ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. കേരളിന് ബദലായി ഇ ശ്രീധരൻ നിർദ്ദേശിച്ച പദ്ധതി പരിഗണിക്കാമെന്ന് കേന്ദ്രം. മെട്രോമാനുമായി കേന്ദ്ര റെയിൽവേ മന്ത്രി ഉടൻ കൂടിക്കാഴ്ച നടത്തും. സിൽവർ ലൈനിന് ബദലായി ഇ ശ്രീധരൻ നിർദ്ദേശിച്ച പദ്ധതി പരിഗണനയിലെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇ ശ്രീധരൻ പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചത്. അതേസമയം ബദൽപാത സംബന്ധിച്ച് കേന്ദ്രത്തിന് നിലപാട് അറിയിക്കാൻ കേരളം ആവശ്യപ്പെട്ടു. അശ്വിനി വൈഷ്ണവുമായി ഇ ശ്രീധരൻ ഉടൻ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം കേരളത്തെ കേന്ദ്രം നിലപാട് അറിയിക്കും. കൂടാതെ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനും തീരുമാനമായി. കേന്ദ്ര വിദഗ്ധ സംഘം ഇതിനായി കേരളത്തിലെത്തും. കേരളത്തിൽ 2 റെയിൽവേ ലൈനും കൂടി നിർമ്മിക്കാനാണ് ശ്രമമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 3-4 പാതകളുടെ വികസനം വൈകാതെ സാധ്യമാക്കും. ഇത് യാഥാർത്ഥ്യമായാൽ ചരക്കു നീക്കവും യാത്രാ സൗകര്യവും സുഗമമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടെസ്ലയുടെ ഇന്ത്യൻ പ്രവേശനത്തിൽ പ്രതികരണവുമായി ഇലോൺ മസ്കിന്റെ പിതാവ്. ഇന്ത്യക്കും ടെസ്ലയ്ക്കും നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇലോൺ മസ്ക് ചെയ്യുമെന്ന് ഇറോൾ മസ്ക്. ഇന്ത്യയിൽ ടെസ്ല നിർമ്മാണം തുടങ്ങില്ലെന്ന വാർത്തകൾക്കിടയിൽ അഭിപ്രായം പ്രകടിപ്പിച്ച് ഇലോൺ മസ്കിന്റെ പിതാവ് ഇറോൾ മസ്ക്. അതുകൊണ്ട് ഇന്ത്യക്കും ടെസ്ലയ്ക്കും മികച്ച നേട്ടമാവുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. ഒരു സ്വകാര്യ വ്യക്തിയെന്ന നിലയിലാണ് താനിത് പറയുന്നതെന്നും കാരണം ടെസ്ല ഒരു പൊതു കമ്പനിയാണെന്നും ദക്ഷിണാഫ്രിക്കൻ വ്യവസായിയായ ഇറോൾ മസ്ക് പറഞ്ഞു. ഇന്ത്യയിൽ ടെസ്ല ഫാക്ടറി സ്ഥാപിക്കുമോ എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്റെ മകനും അവർക്ക് ഇരുവർക്കും പ്രയോജനകരമായ കാര്യം ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നതെന്നായിരുന്നു ഇറോൾ മസ്കിന്റെ പ്രതികരണം. ഇലക്ട്രിക് വാഹനങ്ങളുടെ വ്യാപനത്തിന് ഇന്ത്യക്ക് വ്യക്തമായ പദ്ധതികളാണുള്ളത്. സാങ്കേതിക വിദ്യാരംഗവുമായി ബന്ധപ്പെട്ട സഹകരണത്തിനു വേണ്ടി ഇലോൺ മസ്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ടെസ്ലയെ കൂടാതെ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനവും ഇന്ത്യയിൽ ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ വിമാനങ്ങൾ വാങ്ങാനൊരുങ്ങി എയർ ഇന്ത്യ. 200-ലധികം വിമാനങ്ങൾ വാങ്ങാനാണ് എയർ ഇന്ത്യ പദ്ധതിയിടുന്നത്. പുതിയ വിമാനങ്ങൾ വാങ്ങാൻ എയർ ഇന്ത്യ തയ്യാറെടുക്കുന്നതായും ഇതിനായി ബോയിംഗ്, എയർബസ് എന്നിവയുമായി ചർച്ചകൾ നടത്തിവരികയാണെന്നും അധികൃതർ അറിയിച്ചു. 200-ലധികം വിമാനങ്ങൾക്കായാണ് ചർച്ചകൾ നടക്കുന്നത്. 2023-ലെ 470 വിമാന കരാറിനെ അടിസ്ഥാനമാക്കിയാണ് ഓർഡർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലൂടെ എയർ ഇന്ത്യ കോടിക്കണക്കിന് ഡോളറിന്റെ നവീകരണമാണ് ലക്ഷ്യമിടുന്നത്. കരാർ അന്തിമമാക്കുന്നതിൽ ബോയിങ്ങിന്റെ വിലനിർണ്ണയവും വിതരണ പരിമിതികളും പ്രധാന വെല്ലുവിളികളായി തുടരുന്നതായാണ് റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യത്തിൽ എയർ ഇന്ത്യയും ബോയിങ്ങും അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണിയിലെ ആഗോള എയർലൈൻ മേധാവികൾ ഡൽഹി വ്യവസായ ഉച്ചകോടിയിൽ ഒത്തുകൂടിയപ്പോഴാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. 2023-ൽ എയർ ഇന്ത്യ 2 വിതരണക്കാരിൽ നിന്നും 470 വിമാനങ്ങൾക്കും കഴിഞ്ഞ വർഷം 100 എയർബസ് ജെറ്റുകൾക്കുമായി ഓർഡർ നൽകിയിരുന്നു. എയർ ഇന്ത്യയുടെ നവീകരണത്തിനായി പുതിയ വിമാനങ്ങൾ വാങ്ങേണ്ടത് നിർണായകമാണ്. നഷ്ടപ്പെട്ട വിപണി വിഹിതം തിരിച്ചുപിടിക്കാനുള്ള നവീകരണ പദ്ധതിയാണ് ഇപ്പോൾ കമ്പനി നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ട്രെയിനുകൾ വൃത്തിയാക്കാനും ഡ്രോണുകൾ. അസമിലെ കാമാഖ്യ റെയിൽവേ സ്റ്റേഷനിലാണ് ആദ്യമായി ട്രെയിനുകൾ വൃത്തിയാക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ചത്. റെയിൽവേ സ്റ്റേഷൻ പരിസരവും വൃത്തിയാക്കാൻ രാജ്യത്തുടനീളം ഡ്രോണുകൾ ഉപയോഗിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ഏപ്രിലിൽ അസമിലെ കാമാഖ്യ റെയിൽവേ സ്റ്റേഷനിലാണ് ആദ്യമായി ട്രെയിനുകൾ വൃത്തിയാക്കാൻ ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. പലപ്പോഴും മനുഷ്യർക്ക് എത്തിച്ചേരാൻ എളുപ്പമല്ലാത്ത ട്രെയിനുകളുടെയും പ്ലാറ്റ്ഫോമുകളുടെയും ഭാഗങ്ങൾ വൃത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. കോച്ചുകളിലും സ്റ്റേഷനുകളിലും എളുപ്പമല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഡ്രോണുകൾ എത്തി വൃത്തിയാക്കുന്നു. കാലാകാലങ്ങളായി റെയിൽവേയിൽ ശുചീകരണ ജോലികൾ തൊഴിലാളികളാണ് ചെയ്തിരുന്നത്. ഇത് തൊഴിലാളികളുടെ സുരക്ഷാ ആശങ്കകൾ പോലും വർദ്ധിപ്പിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യൻ റെയിൽവേ ഡ്രോണുകൾ പലതരത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷയും പരിപാലനവും സംബന്ധിച്ച തത്സമയ വിവരങ്ങൾ ലഭിക്കുന്നതിനായി 2018-ൽ ഡ്രോണുകൾ അവതരിപ്പിച്ചിരുന്നു. 2020-ൽ ഡ്രോണുകളിൽ തത്സമയ ട്രാക്കിംഗ്, വീഡിയോ സ്ട്രീമിംഗ്, ഓട്ടോമാറ്റിക് ഫെയിൽ സേഫ് മോഡ് എന്നിവ ഉപയോഗിച്ച് നിരീക്ഷണം മെച്ചപ്പെടുത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 5 മോഡലുകളുമായി ഗൂഗിൾ പിക്സൽ 10 സീരീസ് ഓഗസ്റ്റ് 13-നെത്തും. മെയ്ഡ് ബൈ ഗൂഗിൾ പരിപാടിയിലാണ് സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിക്കുക.
ഗൂഗിൾ പിക്സൽ 10 സ്മാർട്ട് ഫോണുകൾ ഓഗസ്റ്റ് 13 പുറത്തിറക്കുമെന്ന റിപ്പോർട്ട്. കമ്പനിയുടെ മെയ്ഡ് ബൈ ഗൂഗിൾ എന്ന പരിപാടിയിലാണ് ഫോണുകൾ അവതരിപ്പിക്കുകയെന്നും ഓഗസ്റ്റ് 20 ഫോണുകൾ വിപണിയിലെത്തിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. റെഗുലർ മോഡൽ, പ്രോ എക്സൽ, പ്രോ ഫോൾഡ് എന്നീ മോഡലുകളാണ് ഇത്തവണ പിക്സൽ 10 സീരീസിലുണ്ടാവുക. ഇതേ പരിപാടിയിൽ തന്നെ പിക്സൽ വാച്ച് 4ഉം അവതരിപ്പിച്ചേക്കും. ഇത്തവണ പുറത്തിറങ്ങുന്ന ബേസ് മോഡലിലും ട്രിപ്പിൾ റിയർ ക്യാമറയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ടെലിഫോട്ടോ ക്യാമറയാണ് പുതിയതായി ഉൾപ്പെടുക. പ്രോ മോഡലുകളിലും ഫോൾഡിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ക്യാമറയും ഹാർഡ്വെയറും കഴിഞ്ഞ മോഡലുകളിലേതിന് ഏറെക്കുറെ സമാനമായിരിക്കും. മെച്ചപ്പെട്ട AI ഫീച്ചറുകളും ഫോണുകളിലുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 13 പിക്സൽ 9 സീരീസ് അവതരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.